മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള വെളിപ്പെടുത്തലിൽ ഇപ്പോൾ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്? പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? വിവരങ്ങൾ. ലക്ഷ്മി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. അവർ ഈ പറയുന്ന ആദ്യമായി ഈ വിഷയം പുറം ലോകത്തേക്ക് വന്നത് ഒരു യുവനടിയുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ നടിയുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കയച്ച മെസ്സേജുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ഈ പരാതികളില്ല എന്നൊക്കെയുള്ള ചില തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുന്നത് നിലവിൽ 13 പരാതികളാണ് രാഹുലിനെതിരെ വന്നിരിക്കുന്നത്. ഈ 13 പരാതികളും തേർഡ് പാർട്ടി പരാതികളാണ്. അതായത് ഇതിൽ ഇരകളാക്കപ്പെട്ടവരല്ല പരാതികൾ നൽകിയിരിക്കുന്നത്. പകരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് പലരായി നൽകിയ 13 പരാതികൾ. ഈ 13 പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. അതിനുശേഷമാണ് മറ്റ് ഈ ഇരകൾ അടക്കമുള്ളവരിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നത്. ഏതായിരുന്നാലും അതിനിടെയാണ് ഈ യുവനടി വളരെ പരസ്യമായി അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് അവർ കൈമാറിയിട്ടുമുണ്ട്. ലക്ഷ്മി. അനു, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഏത് നിലയ്ക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ചിലയിടങ്ങളിലെങ്കിലുമൊക്കെ ഇരകൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഏത് നിലയ്ക്കാണ് അന്വേഷണ സംഘം കാണുന്നത്? അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്? ലക്ഷ്മി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടം വരെ ഒരു ഇര പോലും നേരിട്ടെത്തി തനിക്ക് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായെന്തോ അങ്ങനെ ഒരു പരാതിയിലേക്ക് ഈ ആരും എത്തിയിട്ടില്ല. പകരം അവരുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ആദ്യം ഈ 13 പരാതികൾ, ഓരോ പരാതികളും ആ പരാതിക്കാരുടെ മൊഴി എടുത്തുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് പോവുക. അതിനുശേഷം ഈ പരാതിക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ഇരകളിലേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഈ അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല. സാധാരണ നമുക്കറിയാം ഇത്തരം കേസുകളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ചൊരു നിയമസഭാ സാമാജികനാണ്, കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് എവിടെ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ തിടുക്കത്തിലുള്ള ഒരു നീക്കത്തിലേക്കല്ല, മാത്രമല്ല അതൊരു രാഷ്ട്രീയമായ നീക്കമായി പോലും ചിലപ്പോൾ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് സാവധാനം ആദ്യം ഈ 13 പരാതിക്കാർ, അതിനുശേഷം അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇരകളിലേക്ക് ബന്ധിപ്പിക്കുന്ന കണ്ണികൾ, അവരിലൂടെ ഇരകളിലേക്ക് എത്തുക എന്നുള്ള ഒരു സമീപനമാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ നിലവിൽ ഈ ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറഞ്ഞ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്മി. വി എസ് അനു ആണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ തിരുവനന്തപുരത്താണ്.